ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധനായ പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ്, ജനറൽ സെക്രട്ടറി ശ്രീ ഫർഹാൻ മന്തേരി, അതുപോലെ തന്നെ കണ്ണൂരിന്റെ ചുമതലയുള്ള കെ.എസ്.യുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അർജുൻ കത്തയാട്ട്, അതുപോലെ തന്നെ ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ആലിഫ് കടാച്ചിറ, ഹർഷരാജ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ഹരികൃഷ്ണൻ കോളാട്, കെ.എസ്.യുവിന്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇൻചാർജ് ശ്രീ അഭിജിത് സേഠി, അതുപോലെ തന്നെ മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണേടൻ, അർജുൻ കൗറോ ഉൾപ്പെടെയുള്ള കെ.എസ്.യുവിന്റെ നേതാക്കന്മാരെ, മണ്ഡലത്തെ കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ, നാട്ടുകാരെ, കെ.എസ്.യുവിന്റെ സുഹൃത്തുക്കളെ, നമ്മൾ ഇത്തരമൊരു റാലിയുമായി മണ്ഡലത്തേക്ക് കടന്നു വന്നതിന്റെ 7 വർഷമാണ്. 7 വർഷത്തെ കനലിരുന്ന ഓർമ്മകളുടെ ദിവസമാണ് നമുക്കൊക്കെ തന്നെ ഫെബ്രുവരി മാസം 12-ാം തീയതി. ഫെബ്രുവരി മാസം എന്ന് പറയുമ്പോൾ തന്നെ ഓരോ യൂത്ത് കോൺഗ്രസിന്റെയും കെ.എസ്.യുവിന്റെയും കോൺഗ്രസുകാരന്റെയും മനസ്സിനകത്ത് വേദനയുണ്ടാക്കുന്നൊരു മാസമാണ് ഫെബ്രുവരി മാസം. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന ഒരു രാഷ്ട്രീയ സംഘടനയാണോ എന്ന് പോലും സംശയിപ്പിക്കുന്ന വിധം അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ സൂചനകളാണ്. അല്ലെങ്കിൽ അവർ കൊല്ലാക്കൊല ചെയ്തിട്ടുള്ള നമ്മുടെ വീരരക്തസാക്ഷികളായിട്ടുള്ള ഷുഹൈബ്, ശരത് ലാൽ, കൃപേഷ് എന്നീ 3 സഹപ്രവർത്തകരെ നഷ്ടപ്പെട്ടതിന്റെ മാസമാണ് ഫെബ്രുവരി മാസം. ആ ഫെബ്രുവരി മാസത്തിനകത്ത് കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠാപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ വമ്പിച്ച റാലിയായിട്ടുള്ള ആ പാർട്ടി ആസ്ഥാനത്ത് നിന്നും നമ്മൾ ഈ റാലി ആരംഭിക്കുമ്പോ നമ്മൾ നൽകുന്ന സന്ദേശം വ്യക്തമാണ്. CPM എന്ന് പറയുന്ന ഈ നരാധമ രാഷ്ട്രീയ സംഘടനയുണ്ടല്ലോ, ആ സംഘടനയുടെ അക്രമ രാഷ്ട്രീയം ഇവിടെ അവസാനിപ്പിക്കണം. അവർ കൊലക്കത്തി രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകണം എന്ന് പറയുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് പെരളശ്ശേരിയിൽ നിന്നും നമ്മുടെ ഈ മന്ത്രത്തേക്ക് കെ.എസ്.യുവിന്റെ 100 കണക്കിന് ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു റാലി നമ്മൾ സംഘടിപ്പിച്ചോളും. ഷുഹൈബ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ ഇല്ലാതാക്കുമ്പോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാകും, അങ്ങനെ ഒരു ഷുഹൈബിനെ ഇല്ലാതാക്കിയാൽ ഈ നാടിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ 3 വർണ്ണക്കൊടി പതാക ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ ആഗ്രഹം വ്യാമോഹങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ദ്രനീല പൊൻപതാകയ്ക്ക് വേണ്ടി ഈ പെരളശ്ശേരിയിൽ നിന്നും മമ്പലത്തേക്ക് ഈ തെരുവുകളിൽ നിന്ന് ഈ 3 വർണ്ണക്കൊടിക്ക് വേണ്ടിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇല്ല മരിക്കുന്നില്ല, വീരശുഹൈബ് മരിക്കുന്നില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയത്. പ്രിയപ്പെട്ടവരെ, ഈ ഷുഹൈബിന്റെ ഓർമ്മകൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും എത്ര നാളുകൾ കഴിഞ്ഞാലും നമ്മുടെയൊക്കെ തന്നെ മനസ്സിനകത്തുണ്ടാകും എന്ന് ഓർമ്മിട്ടുകൊണ്ടാണ് നമ്മൾ ഇത്തരം അനുസ്മരണ റാലികളും അനുസ്മരണ സമ്മേളനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. CPM-ന്റെ രാഷ്ട്രീയത്തിന്റെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ എന്നിവിടെ കഴിഞ്ഞ ദിവസം ഇന്ന് ഈ ഫെബ്രുവരി 15-ാം തീയതി എത്തി നിൽക്കുമ്പോൾ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ പല ക്യാമ്പസിനകത്ത് SFIയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അക്രമ രാഷ്ട്രീയത്തിന്റെ റാഗിങ്ങിന്റെ ക്രൂരമായ കൃത്യങ്ങളുടെ തെളിവുകളും വീഡിയോ ദൃശ്യങ്ങളും നമ്മൾ കാണുകയാണ്. ഈ അക്രമങ്ങളെ തള്ളിപ്പറയുവാൻ വേണ്ടിയിട്ട് CPM-ഉം SFIയും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം SFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് പറയുന്നത്. എന്താ പറയുന്നത്? SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു, ആ ഉദ്യോഗസ്ഥന്റെ കവിളത്തടിച്ചത്, ആ കവിളത്തടിച്ചതിനെ പോലും ന്യായീകരിക്കുന്ന സംസ്ഥാന സെക്രട്ടറിയുള്ള ഈ നാടിനകത്ത് SFI എന്ന് പറയുന്ന സംഘടനയടക്കം അവർ ഫോളോ ചെയ്യുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് അക്രമ രാഷ്ട്രീയമാണ് എന്നത് അതിന്റെ തെളിവാണ് ഇത്തരം പ്രസ്താവനകൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയാണ്. അപ്പോ ആ നിലയിൽ അക്രമത്തെ ഓൺ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘടനയുടെ ഭാഗമായിട്ടുള്ള ആളുകൾക്കെതിരെയുള്ള അതിശക്തമായ പോരാട്ടങ്ങളാണ് ഈ തെരുവുകളിലൊക്കെ തന്നെ ക്യാമ്പസുകളിലൊക്കെ തന്നെ കെ.എസ്.യു നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധങ്ങളായ ക്യാമ്പസുകളിൽ കെ.എസ്.യു വിജയവേരി മുഴക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. പല SFIയുടെ കോട്ടക്കൊത്തളങ്ങളും കെ.എസ്.യുവിന്റെ ഇന്ദ്രനീല പൊൻപതാക പാറിപ്പറിക്കുന്ന നിലയിലേക്ക് മുന്നോട്ട് പോകുന്നു. ഏറെ ബാലകേറാമണി എന്ന് വിചാരിച്ചിരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലും കെ.എസ്.യുവിന്റെ സഖ്യം പിടിച്ച
പിടിച്ചടക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ നിലയിൽ KSU മുന്നേറ്റം ക്യാമ്പസുകളിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോ അക്രമം കൊണ്ട് ഞങ്ങളെ തടയാമെന്ന് നിങ്ങൾ കരുതണ്ട. സുഹൈബ് എന്ന് പറയുന്ന ആ രക്തനക്ഷത്രമുണ്ടല്ലോ, ആ രക്തനക്ഷത്രത്തിന്റെ ഓർമ്മകളും അദ്ദേഹത്തിന്റെ ആവേശവും ഊർജ്ജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്, ഈ ഓരോ KSUക്കാരന്റെയും സിരകളിലൂടെ ഒഴുകുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ നന്നാകുമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ആ ക്രമത്തെ എനിക്കറിയാം. ഞാൻ KSU ജില്ലാ പ്രസിഡന്റായി നിൽക്കുന്നു എന്ന് എനിക്ക് ഓർമ്മയുണ്ടോ? ഞാൻ നിർമ്മലഗിരി ക്യാമ്പസിനകത്ത് പഠിക്കുമ്പോ KSUവിന്റെ യൂണിറ്റ് സമ്മേളനം നടക്കുമ്പോ തലേ ദിവസം രാത്രി എന്നെ സുഹൈബൊക്കെ വിളിച്ചത് ഞാൻ ഇന്നും ഓർക്കുകയാണ്. അദ്ദേഹം വിളിച്ചു ചോദിക്കുകയാണ്, നാളെ ജഷീർ പള്ളി പോയി KSUവിന്റെ യൂണിറ്റ് സമ്മേളനം നിങ്ങളുടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കടന്നു വരികയാണല്ലോ, അത് കഴിഞ്ഞ് എടയന്നൂരിനകത്തേക്ക് ഒരു KSUവിന്റെ പരിപാടിയുണ്ട്, ജഷീറിന് അവിടെ ഇത്ര സമയത്തേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കില്ലേ എന്ന് വിളിച്ചു ചോദിച്ചതിന്റെ ആ ശബ്ദ സന്ദേശവും ആ ഓർമ്മയും ഇന്നും മനസ്സിനകത്ത് നിൽക്കുകയാണ്. പിറ്റേ ദിവസം ജഷീർക്കെയും കൂട്ടി ആ നിർമ്മലഗിരി കോളേജിനകത്ത് നിന്ന് കടന്നു പോകുന്ന സുഹൈബിക്ക് ഇന്നും മറക്കാൻ വേണ്ടി കഴിയില്ല. പിന്നീട് ഒരു ദിവസം ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കള് മൈസൂരിലേക്ക് പോകുമ്പോഴാണ് ഇരുട്ടിയിലെത്തുമ്പോ വ്യാപകമായ ചെക്കിംഗ് ആണ്. ഇരുട്ടിയിലെത്തുമ്പോ എല്ലാ വാഹനങ്ങളും നിർത്തുന്നു, വലിയ രീതിയിൽ ചെക്കിംഗ് ആണ്. പോലീസിന്റെ വലിയ അസ്വാഭാവികമായ ചെക്കിംഗ് കണ്ടപ്പോ എന്താണെന്ന് ആ സമയത്ത് മനസ്സിലായില്ല. അന്ന് നമ്മൾ ടൂ വീലറിൽ നിന്ന് മൈസൂരിലേക്ക് പോകുമ്പോ ഏകദേശം കുറെ അങ്ങോട്ട് 2 മണി പുലർച്ചെയാകുമ്പോ ഒരു ചായക്കടയിൽ നിന്നും ചായ കുടിക്കാൻ വേണ്ടി കയറിയപ്പോ വാട്സ്ആപ്പിൽ നോക്കുമ്പോഴാണ് സുഹൈബ് എന്ന് പറയുന്ന ആ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകന് വെട്ടേറ്റുകൊണ്ട് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് എന്ന് പറയുന്ന വാർത്ത കേൾക്കുന്നു. നേരെ തിരിച്ചു രാവിലെ അവിടുന്ന് മൈസൂരിൽ നിന്നും നേരെ എടയന്നൂരിലേക്ക് കടന്നു വരുമ്പോ ആയിരങ്ങൾ ആ ശവകുടീരം ഏറ്റെടുത്തുകൊണ്ട് ഇല്ല ഇല്ല മരിക്കുന്നില്ല, ധീര സുഹൈബ് മരിക്കുന്നില്ല എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് എടയന്നൂരിലെ പള്ളിക്കാട്ടിനകത്തേക്ക് അത് കൊണ്ടുപോകുമ്പോ ആ ചിത്രം ഇന്നും മനസ്സിനകത്ത് തങ്ങി നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സുഹൈബിനെ കൊല്ലാൻ വേണ്ടിയിട്ട് 41 വെട്ടുവെട്ടിക്കൊന്ന CPMന്റെ നരാധമന്മാർക്കെതിരെ അതിശക്തമായ പ്രതിഷേധങ്ങൾ ഇന്നും മനസ്സിനകത്ത് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഞങ്ങളിലുള്ളത് കണ്ടീരല്ല, പ്രതിഷേധത്തിൽ തീജ്വാല എന്ന് നമ്മൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതൊരു തീജ്വാല തന്നെയാണ്. അത് നിങ്ങളെ ഇല്ലാതെയാക്കിയേ ഇവിടം വിട്ടടങ്ങൂ എന്ന് ഈ സമ്മേളന വേദിയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ആമുഖ ഭാഷണം ദീർഘിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. അതിനായിട്ടുള്ള BCC പ്രസിഡന്റ് അടക്കം അതുപോലെ തന്നെ വിജിൽ മാക്കുറ്റി അടക്കമുള്ള വേദക്കന്മാര് ഇവിടെ പ്രസംഗിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ, വിജിൽ മോഹൻ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്, ഞാൻ എന്റെ വാക്കുകൾ അതുകൊണ്ട് ദീർഘിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. KSU പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് SFIയുടെ എല്ലാ ആക്രമണ പടപൊരുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഊർജ്ജവും കരുത്തും നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലയുടെ അമരക്കാരൻ BCC പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ് അവരുടെ ഈ സമ്മേളനം, അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടിയിട്ട് വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട അതുൽ, ഇവിടെ സന്നിഹിതനായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും KPCCയുടെ മെമ്പർ മുൻ